ഒരു 25 കൊല്ലത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ ചരിത്രം ഞാൻ 10-25 കൊല്ലമായിട്ട് അല്ലെങ്കിൽ 10-40 കൊല്ലമായിട്ട് ഏറ്റവും ശ്രദ്ധയോടെ നിരീക്ഷിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാം. മൗദൂദിയുടെ ജമാഅത്തെ ഇസ്ലാമിയാണ് ഞാൻ പരിചയപ്പെട്ടുള്ളത്. കുത്തുബാത്ത് വായിച്ചിട്ടും മൗദൂദിയുടെയും യൂസഫുൽ കർലാവിയുടെയും ഫത്വകൾ വായിച്ചിട്ടും ജമാഅത്തെ ഇസ്ലാമിയുടെ പഴയ പ്രബോധന ലക്കങ്ങൾ വായിച്ചിട്ടുമാണ് ഞാൻ ജമാഅത്തെ ഇസ്ലാമി എന്ന ഇസ്ലാമിക സംഘടനയെ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. പക്ഷെ പുതിയ തലമുറ സോളിഡാരിറ്റിയെ നോക്കിയിട്ടാണ് ജമാഅത്തെ ഇസ്ലാമിയെ മനസ്സിലാക്കുന്നത്. ഈ സോളിഡാരിറ്റിയും മൗദൂദിയുടെ ജമാഅത്തെ ഇസ്ലാമിയും തമ്മിലുള്ള അന്തരം ഒന്ന് മനസ്സിലാക്കുക. അതൊരു 25 കൊല്ലം കൊണ്ട് ഒരു മതസംഘടനയ്ക്ക് വന്നിട്ടുള്ള മൂല്യ മാറ്റമാണ്. ആ മാറ്റം മാത്രം പരിശോധിച്ചാൽ ഞാൻ ഈ പറഞ്ഞ എല്ലാ സംഗതികൾക്കും വേറൊരു ഉദാഹരണത്തിലേക്ക് നിങ്ങൾ പോകണ്ട. ചിത്രം വരയ്ക്കുന്നത് ഹറാമായിരുന്നവർ TV ചാനൽ തുടങ്ങി. സിനിമ കാണുന്നത് ഹറാമായിരുന്നവർ ഫിലിം ഫെസ്റ്റിവലുകൾ തുടങ്ങി. സ്ത്രീകളുടെ ശരീരം, മുഖം പോലും, ചുണ്ടുപോലും പുറത്ത് കാണാൻ പാടില്ല എന്ന് പറഞ്ഞ് പർദ എന്ന പുസ്തകം പ്രചരിപ്പിച്ച ജമാഅത്തെ ഇസ്ലാമിക്കാരൻ അവരുടെ പത്രത്തിലും അവരുടെ ചാനലുകളിലും സ്ത്രീകളുടെ ശരീരം മുഴുവൻ പ്രദർശിപ്പിച്ചുകൊണ്ട് പരസ്യങ്ങൾ കൊടുക്കുന്നതിന് യാതൊരു ഉളുപ്പുമില്ലാതായി. അങ്ങനെ എന്തൊക്കെയാണോ അവർക്ക് ഹറാമായിരുന്നത് ആ ഹറാമുകളെല്ലാം ഇന്ന് കച്ചവടം ചെയ്യുന്നവരായിട്ട് അവർ മാറി. എന്താണ്, കേരളത്തിൽ മാത്രമാണ് ഇവർക്ക് ഈ പരിണാമം ഉണ്ടായത്. ഞാൻ പരിണാമ സിദ്ധാന്തം പഠിപ്പിക്കാൻ നല്ലൊരു ഉദാഹരണമാണ് ജമാഅത്തെ ഇസ്ലാമി. കാരണം എങ്ങനെയാണ് ഒരു ജീവി, ഒരു സ്പീഷീസിൽപ്പെട്ട ഒരു ജീവി 2 പ്രദേശങ്ങളിലായി അകപ്പെട്ടു കഴിഞ്ഞാൽ ആ പ്രദേശത്തെ ആവാസ വ്യവസ്ഥകളുടെ വ്യത്യാസമനുസരിച്ച് 2 ജീവികളായി എങ്ങനെ പരിണമിക്കുന്നു എന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമി അഫ്ഗാനിസ്ഥാനിൽ പരിണമിച്ചുണ്ടായ സാധനമാണ് താലിബാൻ. ജമാഅത്തെ ഇസ്ലാമി കാശ്മീരിലും പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും പരിണമിച്ചുണ്ടായ സാധനമാണ് അൽ ഖ്വയ്ദ, ജയ്ഷെ മുഹമ്മദ്, താലിബാൻ തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ. അതേ ജമാഅത്തെ ഇസ്ലാമി വെറും 1/2 നൂറ്റാണ്ട് കാലം കൊണ്ട് കേരളം എന്ന് പറയുന്ന ആവാസ വ്യവസ്ഥയിൽ അനുകൂലനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് പരിണമിച്ചുണ്ടായ മറ്റൊരു സ്പീഷീസായി മാറിയ ജീവിയാണ് സോളിഡാരിറ്റി. ഈ സോളിഡാരിറ്റിക്കും ഈ താലിബാനും തമ്മിൽ ഇനി എണ്ണ ചേർന്നാൽ കുട്ടികളുണ്ടാവില്ല. ഒരു സ്പീഷീസിലെ 2 ജീവികൾ 2 സ്ഥലത്ത് പരിണമിച്ചിട്ട് അവസാനം അവ തമ്മിൽ ഇണചേരാൻ പോലും പറ്റാതാവുമ്പോഴാണ് ഒരു സ്പീഷീസ് 2 സ്പീഷീസായി പരിണമിക്കുന്നത്. അങ്ങനെയാണ് പരിണാമ സിദ്ധാന്തം. അങ്ങനെ ഒരു സ്പീഷീസ് 2 സ്പീഷീസായി മാറുന്ന പരിണാമത്തിന് ഏറ്റവും നല്ല ഉദാഹരണമായി എന്തുകൊണ്ട് കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമി മാറി? കേരളത്തിലെ സാമൂഹിക ആവാസ വ്യവസ്ഥ ജമാഅത്തെ ഇസ്ലാമി പോയിട്ട് ഇസ്ലാം പോലും പറയാൻ പറ്റുന്നതല്ല, ഖുർആൻ പോലും പറയാൻ പറ്റുന്നതല്ല, ഹദീസ് പോലും പറയാൻ പറ്റുന്നതല്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോ നമ്മള് ആദിവാസിയും എക്സ്പ്രസ് ഹൈവേയും പിന്നെ നിൽപ്പു സമരവും കൊക്കക്കോലയും ഒക്കെ ആയിട്ട് നമ്മളങ്ങനെ പോവാ വേറെ ഒരു സാധനമായിട്ട്. ഇത് തന്നെയാണ് പരിണാമം. മനുഷ്യന്റെ മൂല്യബോധത്തിലും മനുഷ്യന്റെ ധാർമ്മിക ബോധത്തിലും ഇങ്ങനെയാണ് പരിണാമം ഉണ്ടാവുന്നത്.